പൂരങ്ങളുടെ നാട്ടിൽ ഇനി മെഗാ ഓഫറുകളുടെ തൃശൂർ പൂരം. മലബാർ ഡിജിറ്റലിൽ വിലക്കിഴിവിന്റെ പൊടിപൂരം. ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. കുളപ്പുള്ളിയിലെ തൊഴിൽ തർക്കത്തിൽ രണ്ടാമത് നടന്ന ചർച്ചയിലും ഒത്തുതീർപ്പായില്ല. ഇരുവിഭാഗങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാതെ പിരിഞ്ഞു പോവുകയായിരുന്നു. കുളപ്പുള്ളിയിലെ തൊഴിൽ തർക്കത്തിൽ രണ്ടാമത് നടന്ന ചർച്ചയിലും പ്രശ്നം ഒത്തുതീർപ്പായില്ല. ഷൊർണൂർ അസിസ്റ്റന്റ് ലേബർ ഓഫീസറിന്റെ നേതൃത്വത്തിലാണ് വെള്ളിയാഴ്ച രാവിലെ 11-ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളും CITയുമായും ചർച്ച നടത്തിയത്. എന്നാൽ ഇരുവിഭാഗങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാതെ പിരിഞ്ഞു പോവുകയായിരുന്നു. യന്ത്രം വെച്ച് സിമന്റ് ഇറക്കാൻ കോടതി വിധിയുണ്ട്, അത് നടപ്പാക്കണമെന്ന് കടയുടമ ജയപ്രകാശ് പറഞ്ഞു. എന്നാൽ തൊഴിൽ നിഷേധം അനുവദിക്കില്ലെന്നും പ്രശ്നത്തിന് പരിഹാരം കാണുന്നതുവരെ സമരം തുടരുമെന്നും CITU നേതാക്കൾ പറഞ്ഞു. 16-ന് ചുമട്ടുതൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ കുളപ്പുള്ളിയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിക്കും. പരിപാടി CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം നിർവഹിക്കും. കുളപ്പുള്ളിയിലെ പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സ് എന്ന സ്ഥാപനത്തിനു മുന്നിൽ തൊഴിൽ നിഷേധമുന്നയിച്ച് CITU പ്രവർത്തകർ നടത്തിവരുന്ന കുടിൽകെട്ടി സമരം 24 ദിവസങ്ങൾ പിന്നിട്ട വേളയിലാണ് വീണ്ടും ലേബർ ഓഫീസിൽ ചർച്ച നടന്നത്. ആദ്യഘട്ടത്തിൽ ക്ഷേമനിധി ബോർഡ് ചെയർമാന്റെ നേതൃത്വത്തിൽ ഒറ്റപ്പാലത്ത് ചർച്ച നടന്നിരുന്നു. ഈ ചർച്ച തർക്കത്തിൽ കലാശിച്ചതിനു പിന്നാലെ പ്രശ്നം രൂക്ഷമായതോടെയാണ് രണ്ടാംഘട്ട ചർച്ചയ്ക്കായി കഴിഞ്ഞ 8-ാം തീയതി ഹാജരാകാനായി ഷൊർണൂർ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ ഇരുവിഭാഗത്തിനും കത്ത് നൽകിയിരുന്നു. അന്ന് വ്യാപാരി നേതാക്കൾ ചർച്ചയ്ക്ക് പങ്കെടുത്തില്ല. കടയുടമ പ്രകാശൻ മറ്റൊരു തീയതിയിലേക്ക് ചർച്ച മാറ്റിവെക്കണമെന്ന് രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നു. പിന്നീടാണ് വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് ചർച്ച വിളിച്ചു ചേർത്തത്. അടുത്ത ദിവസം ജില്ലാ ലേബർ ഓഫീസർ ഇരുവിഭാഗങ്ങളുമായി ചർച്ച നടത്തും. കുളപ്പുള്ളി പ്രകാശ് ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 23 ദിവസമായി നടന്നു വരുന്ന സമരത്തെ സംബന്ധിച്ച് അസിസ്റ്റന്റ് ലേബർ ഓഫീസർക്ക് രണ്ടാമത്തെ തവണയിൽ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ ജില്ലാ എൻഫോഴ്സ്മെന്റ് ഓഫീസർ, ജില്ലാ ലേബർ ഓഫീസർ ഈ ക്ഷേമ ബോർഡിന്റെ ചെയർമാനെ കൂടിയാണ്. അദ്ദേഹം ഒരു തവണ ചർച്ച വിളിച്ചു ചേർത്തു. എന്തായാലും പ്രകാശ് ചികിത്സ ഉടമ ഈ സമരം തീർന്നതിന് പൊതുവായി ഒരു അനുകൂല സമീപനാണ്. എന്നാൽ വ്യാപാരി വ്യവസായി സംഘടനയുടെ നേതാവ് അവിടെ ഒരു യന്ത്രം ഉണ്ടാക്കി കൊടുത്തു വെച്ചിട്ടുണ്ട്. അത് ശാസ്ത്രീയ ഇല്ലാത്ത യന്ത്രമാണ്. ആ യന്ത്രത്തെ അംഗീകരിപ്പിക്കുക എന്നതാണ് വ്യാപാരി വ്യവസായി സംഘടനയ്ക്കുള്ള ഉത്തരവാദിത്തമായിട്ട്. അതിന്റെ ഭാഗമായിട്ടാണ് വ്യാപാരി വ്യവസായി സംഘടന ജില്ലയിൽ ഹർത്താൽ നടത്തും ഇങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ പ്രചാരവേലകൾ നടത്തുന്നുണ്ട്. ഒരു തൊഴിൽ സ്ഥാപനത്തിൽ ആ തൊഴിൽ ഉടമയായിട്ട് 2008 ഉണ്ടാക്കിയിട്ടുള്ള ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ ഒരു തർക്കമില്ലാണ്ട് തൊഴിൽ നടന്നു വരികയാണ്. ആ തൊഴിൽ സ്ഥാപനം നിലനിൽക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള എല്ലാ വിട്ടുവീഴ്ചകളും അവിടുന്ന് കയറ്റുന്ന എല്ലാ കയറ്റും അവരുടെ തൊഴിലാളികൾക്കും നടത്തിയിട്ടുണ്ട്. ആ സ്ഥാപനത്തിന് തിരിച്ചടക്കുന്ന ഒരു പണി മാത്രമാണ് 26 ചട്ടം അനുസരിച്ച് കാത്തു കിട്ടി ക്ഷേമ ബോർഡിൽ പേര് രജിസ്റ്റർ ചെയ്ത് എന്നുള്ള കുളപ്പുള്ളിയിലത്തെ 26 തൊഴിലാളികൾ എടുത്തു വരുന്നു. ആ തൊഴിലും എടുക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് വ്യാപാരി വ്യവസായി സംഘടന സ്വീകരിച്ചിട്ടുള്ളത്. ആ സംഘടന വളരെ ഗൌരവത്തോടുകൂടി ആ കാര്യം ചർച്ച ചെയ്യണം. ഈ പ്രശ്നം തുല്യമായി പരിഹരിക്കുന്നതിന് അവരുടെയും കൂടി സഹകരണം ഈ കാര്യത്തിൽ ഉണ്ടാവണം എന്നാണ് തൊഴിലാളി യൂണിയൻ CITU അഭ്യർത്ഥിക്കാം. ന്യൂസ് ഡെസ്ക് CCV.